ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ പുതിയ റെനോയുടെ കൈഗർ ഫേസ് ലിഫ്റ്റിനെ പറ്റി നോക്കിയായിരുന്നു. അതിൻ്റെ കുറച്ച് ടെസ്റ്റിംഗ് ഇമേജസും സംഭവങ്ങളൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ റെനോ ഇനി ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന രണ്ട് പുതിയ SUV കളുണ്ട്. ഒന്നൊരു 7 സീറ്റർ വാഹനമാണ്, അടുത്തൊരു 5 സീറ്റർ വാഹനമാണ്. മിക്കവാറും അതിൻ്റെ പേര് ഡസ്റ്റർ എന്നായിരിക്കും എന്ന് നമുക്കറിയാം. ഒരു അബവ് 4 മീറ്റർ വണ്ടിയാണ് ബേസിക്കലി ഇവരുടെ പുതിയ SUV ആയിട്ട് വരാൻ പോകുന്നത്. പക്ഷേ അതിനൊക്കെ മുന്നേ ഇവരുടെ മറ്റൊരു വാഹനമായ ട്രൈബർ 2019 ഈ വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. അത്യാവശ്യം നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഈ വണ്ടി വന്ന സമയത്ത്. നമുക്കൊരു 7 സീറ്റർ വാഹനം അത്യാവശ്യം നല്ലൊരു 5 lakhs സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കിട്ടുക, അതും 1 ലിറ്റർ എഞ്ചിനൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. സ്പേസിൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നന്നായിട്ട് വെട്ടിത്തിളങ്ങി നിന്നിരുന്നൊരു വാഹനമായിരുന്നു ട്രൈബർ. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ വാഹനത്തിന് സക്സസ്സും ലഭിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ നോക്കുമ്പം ഏകദേശം 5 വർഷത്തിന് മുകളിലായി ഈ വാഹനത്തിൽ അവർ എന്തെങ്കിലും മേജറായിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെ ഇടയ്ക്ക് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചെറിയൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവർ ഇതിനകത്ത് ഡ്യുവൽ ടോൺ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു കോംപ്രിഹെൻസീവ് അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് പോലും അങ്ങനെ ഇടയ്ക്ക് വന്നിട്ടില്ല. എന്തായാലും ഇനിയിപ്പം വരാൻ പോകുന്നതും അത് തന്നെയാണ്. അതിന് ടെസ്റ്റിംഗ് ഫോട്ടോസൊക്കെ ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. സാധാരണ കാണുന്ന പോലെ 5-6 ഫോട്ടോസൊന്നും ഇല്ല, ജസ്റ്റ് ഒരൊറ്റ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇതാണ് ആ ഫോട്ടോ. ഇതിൽ നിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു കാര്യം പറയാം, ഒരു വളരെ മേജറായിട്ടുള്ള ഫേസ് ലിഫ്റ്റ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൈകളിൽ കണ്ടപ്പോഴാണെങ്കിലും ഏകദേശം നമുക്ക് ആ ഒരു സെയിം ഡിസൈനൊക്കെ തന്നെയായിരുന്നു അവർ റീറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ടെയിൽ ലൈറ്റ്സിൻ്റെ ഡിസൈനായാലും എല്ലാ സംഭവങ്ങളും സെയിം ആയിരുന്നു. ഈ വണ്ടിയിലും ഏകദേശം ആ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. മിക്കവാറും ടെയിൽ ലൈറ്റ്സ് കംപ്ലീറ്റ്ലി LED ആവും. കാരണം ഇപ്പം മിക്ക വാഹനങ്ങളും നമുക്ക് LED ടെയിൽ ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ ചെറിയൊരു മേക്ക് ഓവർ വരാം. അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലത്തെ ഡിസൈൻ, കുറച്ചുകൂടെ സ്ലീക്ക് ആയിട്ടുള്ള ലൈറ്റ്സും അതുപോലെ DRLസിൻ്റെ ഒക്കെ പ്ലേസ്മെൻറ്റിൽ വ്യത്യാസം. നമുക്ക് ഇപ്പോൾ താഴത്തെ പോർഷനാണ് DRLs വരുന്നത്, ഹെഡ്ലൈറ്റുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് അല്ല. അതൊക്കെ മാറി ഹെഡ്ലൈറ്റിലോട്ട് തന്നെ DRL വന്ന് കുറച്ചും കൂടെ സ്ലീക്ക് ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് വന്ന് ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയൊരു റീഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും അവരിതിൻ്റെ എക്സ്റ്റീരിയറിൽ വ്യത്യാസം വരുത്താൻ പോകുന്നത്. ഇനി ഇൻറ്റീരിയറും നമുക്ക് അതിൻ്റേതായിട്ടുള്ള സ്പൈസ് ഷോട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എക്സ്റ്റീരിയറിൽ വേറൊരു കാര്യം അലോയ്സ് ആണ്. അലോയ്സിൻ്റെ ഡിസൈനിൽ തീർച്ചയായും ഒരു ചേഞ്ച് വരുത്തും, അതിപ്പോൾ ഫേസ് ലിഫ്റ്റിൽ വരുത്തുന്നതാണ്. ഇനി ഇൻറ്റീരിയറിലോട്ട് വരാനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം വന്ന് മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റിൽ കണ്ടായിരുന്നു. അവർ ചെറിയ ചെറിയ കുറച്ച് സംഭവങ്ങളാണ് മാറ്റിയത്. പക്ഷെ എന്നാലും ആ മാറ്റിയത് അത്യാവശ്യം വണ്ടിയുടെ ക്വാളിറ്റി കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു. അതായത് ഇൻറ്റീരിയറിൽ അവർ കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നു, പിന്നെ ഓറഞ്ച് ഇൻസേർട്സ് കൊണ്ടുവന്നു. ഇതിൻ്റെ അകത്ത് ഓറഞ്ച് ഇൻസേർട്സ് കൊണ്ടുവരണമെന്നില്ല, പക്ഷെ എന്നാലും മാഗ്നൈറ്റിലൊക്കെ വന്ന പോലെ കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് വരാനായിരുന്നെങ്കിൽ വണ്ടിയുടെ മൊത്തത്തിലുള്ള ആ ഒരു ക്യാബിൻ ഫിനിഷിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തേനെ. ഈവൻ നമുക്ക് എർട്ടിഗയിലോ XL6 അതിലൊന്നും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ ഇത്രയും ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനത്തിൽ നമുക്ക് കുറച്ച് പ്രീമിയം മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാ മെറ്റീരിയൽസും അവർ പ്രീമിയം ആക്കണമെന്നില്ല, കാരണം ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന വണ്ടിയാണ് എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ എന്നാലും ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ കോ പാസഞ്ചറിൻ്റെ അല്ലെങ്കിൽ പെട്ടെന്നൊരാളുടെ കൈ എത്തുന്ന സ്ഥലത്തുള്ള മെറ്റീരിയൽസ് കുറച്ചൊക്കെ നന്നാക്കിയാൽ മതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കാനാണെങ്കിൽ ഡ്രൈവറിൻ്റെയും അതുപോലെ ഈവൻ കൈഗർ ആണെങ്കിലും മാഗ്നൈറ്റ് ആണെങ്കിലും കുറച്ച് മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ ബാക്കിൽ നിന്നിരുന്ന വാഹനങ്ങളായിരുന്നു. പക്ഷെ എന്തായാലും നമുക്കിപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായും ഈ ഒരു അപ്ഡേറ്റിൽ പ്രതീക്ഷിക്കാം. അതല്ലാതെ വേറെ കുറച്ച് ചെറിയ ചെറിയ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ അപ്ഡേറ്റും പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 360° ക്യാമറ വേണമെങ്കിൽ വരാം, കാരണം അത് കൈകാറിലൊക്കെ വന്നതാണ്. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഓവർ ദ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ എൻജിൻ, ഇതിൻ്റെ അകത്ത് എപ്പോഴും എല്ലാവർക്കും വേണ്ടിയിരുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിനായിരുന്നു. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ ഒരു 1 ലിറ്റർ NA പെട്രോൾ എഞ്ചിൻ മാത്രമാണ് കിട്ടുന്നത്. 72 bhp 96 Nm ടോർക്ക് മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അതും ഒരു 5 സ്പീഡ് മാനുവലും പിന്നെ വളരെ ലാഗി ആയിട്ടുള്ളൊരു 5 സ്പീഡ് AMT ട്രാൻസ്മിഷനുമാണ് അതിൻ്റെ കൂടെ അവർ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ വളരെ മോശമാണ്. ഒരു ഫസ്റ്റ് ടൈം കാർ ബയറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കില്ലായിരിക്കും. പക്ഷെ അതല്ലാതെ നിങ്ങൾ മറ്റു വണ്ടികളൊക്കെ ഓടിച്ച് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി ഓടിച്ചു കഴിഞ്ഞാൽ വളരെയധികം പവർ ലാഗും അതുപോലെ തന്നെ AMTയുടെ വല്ലാത്തൊരു ലാഗും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. എന്തായാലും അതിനൊക്കെ പുറമെ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ആവും. അതവർക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനീഷ്യലി വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ 1-2 വർഷത്തിനുള്ളിൽ ഇതിനകത്ത് ടർബോ എഞ്ചിൻ അവർ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇതുവരെ അത് വന്നിട്ടില്ല. മാഗ്നൈറ്റും കൈഗറൊക്കെ ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്തൊക്കെ കൊടുത്തു, പക്ഷേ ഡ്രൈവറിൽ അവർക്ക് എന്തോ ഇറക്കാൻ തോന്നിയിട്ടില്ല. ചിലപ്പം വണ്ടിയുടെ ഡിമാൻഡ് പതൊക്കെ ഒരിത്തിരി കുറഞ്ഞു വന്നതുകൊണ്ടും ആൾക്കാർ ടർബോ അത്രയും വില കൊടുത്ത് വാങ്ങില്ല എന്നും വിശ്വസിച്ചുകൊണ്ടായിരിക്കാം. പിന്നെ ഓട്ടോ AC പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഓട്ടോ AC പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ അവർക്ക് ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിപ്പം കുറച്ച് കാലമായിട്ട് ഇല്ലാതിരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആയിരുന്നു.
അങ്ങനെ മൊത്തത്തിലുള്ള ക്യാബിനൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് 1 ലിറ്റർ ടർബോ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരങ്ങനെ വാങ്ങാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് നല്ലൊരു എഞ്ചിനാണ്, 100 bhp അതുപോലെ 160 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പെപ്പിയാണ്. മാത്രമല്ല അതിൻ്റെ അകത്ത് വരുന്ന ഓട്ടോമാറ്റിക് ആണെങ്കിലും CVT ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയൊരു പവർ ലാഗ് ഒന്നും ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് ടർബോ പെട്രോളിൻ്റെ കൂടെ CVT വരികയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി തന്നെ റബ്ബർ ബാൻഡ് എഫക്റ്റ് കുറവായിരിക്കും. പിന്നെ CVT ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവുകയും ചെയ്യും. AMT പോലെ അങ്ങനെ വലിയ ജെർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു ഫേസ് ലിഫ്റ്റിലെങ്കിലും അവരിതിൻ്റെ അകത്ത് ഈ എഞ്ചിൻ പ്ലസ് ഓട്ടോമാറ്റിക് കോമ്പിനേഷൻ കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വരികയാണെങ്കിൽ നല്ലതായിരുന്നു. എനിവേ നമുക്കിപ്പോൾ ഡ്രൈവറിനെ പറ്റി ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഞാൻ ചുമ്മാ ആവശ്യമില്ലാതെ വലിച്ചു കിട്ടുന്നില്ല. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.